ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ 6 മണിക്ക് തന്നെ ട്രെയിൻ നമ്മൾ 6 മണിക്ക് തന്നെ ട്രെയിൻ വിളിച്ചിട്ട് ചേട്ടനോട് ഒരു വണ്ടിയൊക്കെ സെറ്റ് ആക്കാൻ പറഞ്ഞിരുന്നല്ലേ. അപ്പോൾ ചേട്ടനെ സെറ്റ് ആക്കി. അപ്പോൾ നമ്മൾ ഈ സിറ്റിക്ക് പോവാം ഗൈസ്. എനിക്ക് സങ്കടമുണ്ട് ഗൈസ്. പക്ഷേ വേറെ എന്ത് കാട്ടാനാ, നമുക്ക് പോയേ പറ്റൂ. ഗൈസ്, ഇനിയിപ്പോ നമുക്ക് നേരെ പോവാം. ലെറ്റ്സ് ഗോ. ഗൈസ്, അപ്പൊ നമ്മൾ കുറേ കാലം പോക്കം പടഞ്ഞായിരുന്നു. ഇനിയിപ്പോ അവിടെ തന്നെ ഇരുന്നു. ഇനിയിപ്പോ 2 കൊല്ലം നമ്മള് ഇവിടെ നിൽക്കാൻ പോണു ഗൈസ്. 2 കൊല്ലം നമ്മള് ഇവിടെ നിൽക്കാൻ പോണു. ഓക്കെ ഗൈസ്. ഞാനും വിളിച്ച് നമ്മളെ കടന്ന് ഉറങ്ങുന്നു. അതിൻ്റെ ഇടയിൽ ആരും വിളിച്ച്, ആ ഷിൻചാനെ നീ ഇവിടെ എത്തിയെന്നാ? എടാ 6 മണിയായിട്ടല്ലേ ഉള്ളൂ. ഇതാ ഫിലിച്ച് നീക്കണ സമയമുള്ളൂ. അവിടെ ഷിൻചാനെ നീ ഇപ്പൊ തന്നെ വന്ന് 6 മണിക്ക്. 6 മണി ഒരു വലിയ ടൈമൊക്കെ. ഞാൻ 10 മണിയാകുമ്പോഴാ നീക്കാറ്. 4 ഷിൻചാൻ എൻ്റെ ഉറക്കം മൊത്തം കളഞ്ഞു. അവിടെ ഷിൻചാനെ എന്നെ ഞാൻ എന്തെങ്കിലും ആവട്ടെ, നമുക്കിനി പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ഇടാം. ഇതന്നെയല്ല ഞാൻ പറഞ്ഞ്, കണക്ക് ശ്വാസം മുട്ടും എന്ന് പറഞ്ഞ് ഗായ്സ്. അങ്ങനെ ഷിൻചാനെ ഒരു വിധത്തിൽ പുറത്തെടുത്തിട്ടുണ്ട് ഗായ്സ്. എടാ ഷിൻചാൻ എന്നിരുന്നാലും എന്താ കാട്ടി? ഒന്നുമില്ല എൻ്റെ മകനെ, മിണ്ട പോട ഷിൻചാനെ. അനക്കൊന്നും ഒരു ബുദ്ധി പോലും ഇല്ല. ഞാൻ പറയിട്ട് തന്നെ അനുകരിച്ച് ഒറ്റ നിങ്ങൾ വെച്ചാലും പിന്നെ ഞാൻ നേരെ അങ്ങോട്ട് തന്നെ തള്ളിരും. ഒന്നില്ല സാറേ. നമുക്ക് ഡ്രസ്സ് മാറ്റാം ഗൈസ്. ഇതിപ്പോ ഡ്രസ്സ് ഇടുക, ഇതിടാ. ഞാക്കെടുത്തിട്ട് ഇതിടാ. ഞാക്കത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് തന്നെ കോമഡിയല്ലേ അല്ലേ? ഒരു പേടിയില്ല കോമഡിയാണെന്ന്. അപ്പൊ നമുക്കിനി ചുറ്റിക്കറങ്ങാം ഗൈസ്. നമ്മളിനി വില്ലേജ് വരെ ഇപ്പൊ പോവുക കേട്ടോ ഗൈസ്. ഇനി ഗൈസ് അപ്പൊ നമുക്ക് നേരെ പോകാൻ. ലെറ്റ്സ് ഗോ. അതിന് മുമ്പ് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലും കൂടി അങ്ങോട്ട് അടിച്ച് സബ്സ്ക്രൈബ് അങ്ങോട്ട് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നേരെ പോകാം. ലെറ്റ്സ് ഗോ. ഷിൻചാനെ ഒന്ന് വാടാ, ഒരു മിനിറ്റ് തന്നെ ഗൈസ്. അപ്പോ ഞാൻ ഷിൻചാനെ ഇത് കൂടെ അണ്ണനൊക്കെ ഒളിപ്പിച്ചോണ്ടല്ലോ. ഒളിപ്പിച്ചാൽ നീ എന്താടാ കാട്ടുക? ഒന്നുമില്ല. അണ്ണ എൻ്റെ വണ്ടി എടുക്കണോ? പിന്നെ ആരുടെ വണ്ടി എടുക്കണ്ട്? ഷിൻചാനെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലടാ. അണ്ണനോടാണ് ഇങ്ങനെ പറയണ്ട്. സോറി അണ്ണ, അണ്ണൻ്റെ മുത്താ ചക്കരയാ വാവറ്റിയാ. അയാൾക്ക് കുറച്ച് കിട്ടണം.
അയാൾ ആരാന്ന് നമുക്കറിയോ? ആരാ? എനിക്കത് പിടിയുമില്ല ഷിൻചാനെ. നീ ഡോറേമോന്റെ ഒരു വാക്ക് പറഞ്ഞ നിന്റെ മോന്ത കുറ്റിപ്പട കാണൂല. സോറി അണ്ണ. ശരി അണ്ണ. പേടാ ഗൈസ്. ഇപ്പം നമ്മൾ വില്ലേജിൽ ജസ്റ്റ് ഒന്ന് പോയി തിരിച്ചു വരിക കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ പ്ലാൻ ഇട്ടിക്കിന്. അപ്പോൾ നമുക്ക് നേരെ വില്ലേജിൽ പോയിട്ട് തിരിച്ചു വരാം. എന്താണ് ഷിൻചാനെ? ഒന്നുമില്ല അണ്ണ. ഒന്നുമില്ല അണ്ണ. കാശ് എന്താ അവിടെ എത്താത്തത്? ഇവിടെ നിന്ന് ഏകദേശം ഒരു എൻ്റെ വീട്ടിൽ നിന്നില്ലേ 20 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. അതാണ് ഇനിയിപ്പോൾ ഹൈവേ കൂടെ പോണം. അതുകൊണ്ടാ. ഒരു മിനിറ്റ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ഒന്നുമില്ല, നേരെ പോവാം. നമ്മൾ വെയിറ്റ് ആയിട്ട് ഒരു വീടായി ഗൈസ്. ഇതിപ്പോൾ എന്ത് കേട്ടാനാ? അല്ല, നമ്മളെങ്ങടെ പോവുക? നമുക്ക് വണ്ടി ഓടിച്ച് ബോറടിക്കുന്നത് ഷിൻചാനെ. വേഗം പോടാ അങ്ങോട്ട് ഷിൻചാനെ. എനിക്ക് സൂപ്പർ ഫാസ്റ്റ് ഒന്നും ആകാൻ വയ്യ. എന്താ ഇതാണോ? എന്താ അതൊക്കെ എന്താണ്? ഇങ്ങനെയാണോ? അയ്യോ പോയി. ഇനിയല്ലെന്ന് നീ അതിനെ കുറിച്ച് മിണ്ടിയ നിന്നെ കരനെക്കുറ്റിയും ഉണ്ടാവൂല. അപ്പൊ നമുക്ക് നേരെ പോലെ ഇപ്പൊ കൊറേ നേരത്തെ യാത്രയുണ്ട് ഗൈസ്. നമുക്ക് ഒരു മൂഡ് കിട്ടണമെങ്കിൽ വീലാക്കാം. അപ്പോഴേ ഒരു മൂഡ് കിട്ടുള്ളൂ. ഒറിജിനല് ഇതിപ്പോ കൊറേ നേരമായല്ലോ. നമുക്ക് എത്തണില്ല. ഇനി നേരം അങ്ങോട്ട് തിരിച്ചേക്കാം. കേണല്ലേ ഈ മൂഡ് പറ്റിയില്ലെങ്കിൽ പറഞ്ഞാൽ മതിട്ടാ. ഇങ്ങോട്ട് ഇനി പോവാണ്ട് വേറെ. ഇനി എത്ര പോവാണ്ട് കൺട്രോൾസ് പോയിട്ട് ബട്ടൺസ് തന്നെ ആക്കാം. ഗൈസ് ഇവിടെ ഒരു വഴി, നമുക്ക് വഴി കൂടെ കയറി പോവാ. ഇവിടെ അധികം ആരൊന്നും വണ്ടി എടുത്ത് വരാറില്ല. നമ്മളിപ്പോൾ തൽക്കാലത്തിന് വണ്ടി എടുത്ത് വരിക. കണ്ടു ഗൈസ്, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഞാനേ കണ്ടുള്ളൂ. എന്ത് റൺവേ അത്രല്ലോ. ഇപ്പൊ എത്തോടാ ഷിൻചാനെ? നിനക്ക് ബോറടി ഉണ്ടാ? ഉണ്ട്. എന്നാ നിന്നെ ഞാനില്ലേ പാത്രം കഴിക്കട്ടെ എൻ്റെ വീട്ടിലത്തെ. അപ്പൊ ബോറടി ഉണ്ടാവൂല. ഇപ്പൊ ബോറടി ഉണ്ട്. എന്നാ ഇപ്പൊ പാത്രം കഴിക്കട്ടെ. എങ്ങനെ ആവോ? എന്നിട്ടാണ് അണ്ണന് പോലും അറിയില്ല. പിന്നെ അണ്ണൻ ചെയ്യാൻ പോണ്. എന്താടാ ഷിൻചാനെ? ഇതെന്ത് സാധനമാണ് ഗൈസ്? ഇത് നമുക്ക് ഒട്ടും മനസ്സിലാവാത്ത സാധനമാണല്ലോ. ഗൈസ് പിടികിട്ടി. ഇതിനുള്ളിലേക്ക് എങ്ങനെ
ഷിൻചാനെ ചിലപ്പെങ്കിൽ നല്ല ഇതുണ്ടായാലോ ഗൈസ്. ഗൈസ് ഇതാരാ? ഗ്രാനിയോ? ഗൈസ് ഇതെന്ത്? വൈറ്റ് എ മിനിറ്റ് ഗൈസ്, നമ്മളന്ന് കാറിലിരുന്ന് ഇതെന്ത് കഷ്ടം ഗൈസ്. എന്തെങ്കിലും ആവട്ടെ, ഷിൻചാൻ ഇങ്ങോട്ട് വാ. അല്ല നമ്മളിപ്പോ എവിടെ? നീ വന്നൂസായിട്ട് നമ്മളെവിടെ പെട്ട്? ഗായ്സ് പണി പോളിയല്ലോ. അയ്യോ വെയിറ്റ് എ മിനിറ്റ്, ഈ ഹൗസ് പരിചയുണ്ട് കണ്ട പോലെ. ധാരയുടെ ഹൗസ് ആയിരുന്നു ഗായ്സ്, ഇത് ഗ്രാനിയുടെ ഹൗസ് ആയിരുന്നു ഗായ്സ്. പാളിപ്പാളി എടാ ഷിൻചാൻ ഇയ്യത്താണ് ഊറിൻ്റെ അവിടെ കാണുന്നത്. ഇങ്ങോട്ട് വാലികാൻ്റെ ഗ്രാനി അടിച്ചിടും. എന്തൊക്കെയെന്ന് പറഞ്ഞ് അയ്യൊന്നുമില്ല ഗായ്സ്. പക്ഷേ പേടിയാവുണ്ട് ഗായ്സ്. ആ ഗ്രാനി അമ്മച്ചി എപ്പോഴാണെങ്കിലും വരാം. ഇതിനു മുമ്പ് നമ്മൾ ഗ്രാനിയൊക്കെ കളിച്ചിട്ടുണ്ട്. ആ ഗ്രാനി കളിച്ചപ്പോൾ നമ്മുടെ ഗ്രാനിയൊക്കെ പിടിച്ചിരുന്നു. ആ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയി കാണുക. പിന്നെ ഈ വീട്ടിൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു വട്ടം കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഷിൻചാനെ എന്നെ ഞാൻ വരിപ്പിച്ചതാണ്. ഇനി ഇങ്ങോട്ട് വാ. കാലസുഖം നിന്ന് ഞാൻ മാറ്റിത്തരാടാ. എങ്ങോട്ടാ വരണ്? ഞാൻ അന്നെ മാറ്റിത്തരാനാ വരുന്നത്. അയ്യോ ഷിൻചാനെ, നീ ഇനി ഇതിൻ്റെ മേലെ പിടിച്ചിട്ടെങ്കിലും കയറ്. എനിക്ക് വെയ്ക്കിടില്ല. എന്താണാവോ നിന്റെ വെയ്യായൊക്കെ ഞാനൊന്ന് മാറ്റി തരാടാ ഷിൻചാനെ. പേടിയണ്ണ. ഇനി ഇങ്ങോട്ട് വാ. ഷിൻചാനൊക്കെ ഒരു പിടിയില്ല. ഇതെന്ത് സ്ഥലമാന്ന്? ഇതൊക്കെ അതിൻ്റെ സ്ഥലം, പിന്നാരുടെ സ്ഥലം? ഷിൻചാനെ എടാ, ഞാൻ സൗണ്ട് കേട്ടു. അമ്മച്ചിടെ അണിവാളി. എന്തേ വരണ്ട ഷിൻചാനെ മണ്ടിക്കോ. നമുക്ക് ഇവിടുന്ന് ക്രോബാറും ഒരു സാധനം കിട്ടി ഗായ്സ്. അതെടുത്ത് നമുക്ക് നേരെ ഇവിടെ ഒരു സാധനം വെക്കാണ്ട് തിരിച്ചൊക്കെ ഗായ്സ് തിരിച്ചുണ്ട്. ഇനി നമുക്ക് നേരെ അവിടുന്ന് വേറൊരു സാധനം കിട്ടി. അത് ഇനി നമുക്കില്ലേ നേരെ ഗായ്സ് ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ. ആ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതെടുത്ത് തിരിച്ചോക്കാം ഗായ്സ്. അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഒരു വിധത്തിൽ. എൻ്റെ പൊന്നോ, ഞാൻ എങ്ങനെ രക്ഷപ്പെടുന്നത് എനിക്ക് പോലും അറിയാം. ഞാൻ തിരിച്ചപ്പോൾ നേരെ ഇവിടെ ഷിൻചാനാണെങ്കിൽ നമ്മുടെ പിന്നാലെയും വരുന്നുണ്ട്. എൻ്റെ പൊന്നിടാവേ, ഞാൻ ഇത് കഷ്ടപ്പെട്ടിട്ടറിയാം. ആ ഗ്രാനിയുടെ ഔഷധിന് രക്ഷപ്പെട്ട് ആ ഗ്രാനി ഭാഗ്യത്തിന് നമ്മളെ കണ്ടിട്ടില്ല. അവിടെ ഉണ്ട് നമ്മുടെ ഗായ്സ്. വെയിറ്റ് എ മിനിറ്റ്, അതെന്തോ ഇവിടെ എന്തോ ഗായ്സ്. അത് പാളി ഗായ്സ്, അത് ഷിൻചാനാണ് ഗായ്സ്. വെയിറ്റ് എ മിനിറ്റ്, ഷിൻചാൻ ഏറ്റവും മുകളിൽ തരായിരുന്നു. ഷിൻചാനെ കയറി കൊന്നു. ഇനി നമ്മള് വേറെ ഒന്നും ചെയ്യില്ല, അവിടേക്ക് ബോംബിട്ട് നശിപ്പിക്കാൻ പോവാണ്.